കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പറ്റിയ ചെറിയൊരു പ്രശ്നത്തിനെ കുറിച്ച് പറയാനാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം ഒരു ബിസിനസ് ഓണറാണ്. ആ ബിസിനസ് നടത്തുന്ന കമ്പനിയിൽ ചില അപകടങ്ങൾ നടന്നു. അതിൽ ഒരാൾ മരണപ്പെട്ടു. അതിനുശേഷം അയാൾക്ക് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പ്രയാസം വന്നു. അപ്പോൾ ചില സ്പിരിച്വലായിട്ടുള്ള ചില ആളുകളെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ സാഹചര്യത്തിലുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാള് കാര്യങ്ങളൊക്കെ നീക്കുന്നതിനോടൊപ്പം തന്നെ അയാളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭയം കടന്നുകൂടുകയാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഈ ഭയം അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇന്നത് കാരണമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികൾ അയാളുടെ മനസ്സിലുണ്ടാകുകയും ശരിക്കും അയാൾ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് അയാൾ പലപ്പോഴും വ്യതിചലിച്ചു പോകുന്നതായിട്ടും കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പറ്റുന്നതാണ്. ചിലപ്പോൾ അകാരണമായിട്ടുള്ള ഭയം വരും, അതുമായിട്ട് ബന്ധപ്പെട്ട ചില മുൻവിധികൾ വരും. ഇങ്ങനെയുള്ള അകാരണമായിട്ടുള്ള ഭയങ്ങൾ അല്ലെ മിഥ്യാധാരണകളും മുൻവിധികളും നമുക്ക് അവബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിന് തടസ്സമായി മാറാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ അവബോധം കൃത്യമായിട്ട് നമ്മൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. മിഥ്യാധാരണകളെയും മുൻവിധികളെയും നമ്മൾക്ക് ചേർത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കരുത്ത് നമുക്കുണ്ട്. ഒരുപക്ഷെ ആ കരുത്ത് തിരിച്ചറിയാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. ഈ അവബോധങ്ങളും മിഥ്യാധാരണകളും സാധാരണഗതിയിൽ മനുഷ്യർക്ക് വരുന്നതാണ്. ചെറിയ സംഘർഷം ഉണ്ടാകുമ്പോൾ, മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് അറിയേണ്ടതാണ്. അതിനുള്ള സഹായം തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ മറ്റുള്ളവരായിട്ട് സംസാരിക്കുകയോ മറ്റൊരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഈ ചിന്തകൾ നമ്മളൊരു പേപ്പറിൽ എഴുതി നോക്കുകയോ ഒക്കെ വേണം. അപ്പോഴത്തേക്ക് കൂടുതൽ നമുക്ക് അവയർനെസ് കിട്ടുകയും അതിൽ കൂടെ നമുക്ക് ഇങ്ങനെയുള്ള മിഥ്യാധാരണകളെയും മുൻവിധികളെയും ഒക്കെ മറികടന്ന് കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്.